5 വർഷക്കാലം തൃശ്ശൂർ കോർപ്പറേഷനെ ഭരിച്ച മേയർ MK വർഗീസ് ഇപ്പോൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് നമ്മോടൊപ്പം ഉണ്ട്. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു 5 വർഷക്കാലം ചരിത്രത്തിലാദ്യമായി 5 വർഷം മേയറായി തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇരിക്കുന്നു? വികസന നേട്ടങ്ങളൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതുമോ? എഴുതേണ്ടതാണ്. കാരണം ഈ 5 വർഷക്കാലം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, ഇതിനു മുമ്പ് 2000 കോർപ്പറേഷൻ വന്നതിന് ശേഷം നടന്നിട്ടില്ല. സാധാരണക്കാരന് ഗുണകരമായ രീതിയിലുള്ള നൂതന പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വികസനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചാൽ ഇടതുപക്ഷം അധികാരത്തിൽ വരാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതൊരു കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലല്ലോ ജനം വിലയിരുത്തുന്നത്. ജനം വിലയിരുത്തുമ്പോൾ കേരളത്തിൻ്റെ മൊത്തമായ സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം വികസന കാര്യങ്ങളിൽ എന്ത് നടന്നു, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി, ഒപ്പം തന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കാം ഇതുപോലെ തന്നെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. നമ്മളെക്കാൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. അവർക്കറിയാം ആരെന്ത് ചെയ്തു, എന്തൊക്കെയാണ് വികസനങ്ങൾ, മാറ്റം വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ വലിയ മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വോട്ടായി വന്നാൽ ഇടതുപക്ഷത്തിന് ഗുണം, അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. മൊത്തമായിട്ടുള്ള ആഗോളമായ ഒരു ചിന്ത വരും. ആ ആഗോളമായിട്ടുള്ള ചിന്തയിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം 3 മാസം ഇനി റെസ്റ്റാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ റെസ്റ്റ് തുടരുകയാണോ, പുനർചിന്തനങ്ങളൊക്കെ ആയോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 1 വർഷം ജോലി ചെയ്താൽ 1 മാസമെങ്കിലും ലീവ് കൊടുക്കാറുണ്ട്. ഞാനതും ചോദിച്ചില്ല. എൻ്റെ രാഷ്ട്രീയമായ എൻ്റെ പ്രവർത്തനത്തിനകത്ത് ഒരു വഖഫ എന്ന് പറയുന്നതിന് കാരണം, ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഡെഡിക്കേറ്റഡായി ചെയ്തിട്ടുണ്ട്. രാത്രിയോ പകലും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നിലനിന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ജനങ്ങളോടും ചോദിച്ചുകൊണ്ട് ഞാനൊരു 3 മാസം എൻ്റെ സ്വന്തം വീട്ടിൽ ഭാര്യയൊക്കെ ആയിട്ടൊന്ന് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി നിന്ന് ജനങ്ങളോട് ജനവിധി തേടുന്നു. ഇക്കുറി വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് നിങ്ങൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. തിരിച്ചറിവ് നിങ്ങൾക്ക് ആവശ്യമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നാണ്. അതിൽ പ്രവർത്തന ശേഷിയുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കേപ്പബിളായ എന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തണം. അവരിൽ പ്രതീക്ഷ വയ്ക്കണം. അവർക്ക് രാഷ്ട്രീയ പാർട്ടികളോട് പറയാനുള്ള ഒരൊറ്റ ഉദ്ദേശം കൂടിയുണ്ട്. നിങ്ങൾ രാഷ്ട്രീയം ഈ ജനപ്രതിനിധിയായി മാറ്റിവെക്കണം. സാധാരണക്കാരന് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ അത് രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നാളെ വരുന്ന അധികാരത്തിൽ വരുന്നവർക്കൊക്കെ വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കുന്നത്. അവിടെ രാഷ്ട്രീയ വിവേചനം പാടില്ല. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ചത് എന്നും കൂടി എനിക്ക് വളരെ വിശ്വാസം ഉണ്ടാകായിരുന്നു. 3 മാസങ്ങൾക്കപ്പുറം ഒരു വലിയ തിരിച്ചുവരവായിരിക്കും, സർപ്രൈസോടെ തിരിച്ചുവരവാണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ? നമുക്ക് ആലോചിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം അത് 3 മാസം കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ സാഹചര്യങ്ങൾ എവിടേക്കൊക്കെ മറയും എന്നൊക്കെ നമുക്ക്. ഇതൊരു സെമി ഫൈനലാണല്ലോ. ഈ സെമി ഫൈനൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. വിലയിരുത്തൽ എങ്ങനെയാണെന്ന് അറിയട്ടെ. അതനുസരിച്ച് നമുക്ക് അന്ന് ചിന്തിച്ച് മുന്നോട്ട് ആലോചിച്ച് വരാനുള്ള സമയമുണ്ട്. ആ സമയമാണ് 3 മാസം. ഓക്കെ. അപ്പം ഇതാണ് കൃത്യമായ നിലപാടുകളോടുകൂടി തന്നെ നിലവിലെ മേയർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്.